അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. നമ്മളിന്ന് ഉടമ്പടി ഉപയോഗിക്കുന്ന നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ലേ, നിൻ്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയെന്ന്. അതിന് നേരത്തെ നാം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ദൈവ പരിപാലന എന്നാണ്, പ്രൊവിഡൻസ്. അത് സാധാരണ ആൾക്കാർ അങ്ങനെ പറയണം, വെച്ചാൽ ഡിവോയിഡ് ഓഫ് എനി ഫിസിക്കൽ മെറിറ്റ്സ്. അവരുടെ ജീവിതത്തിൽ ഒരു ഭൗതികമായ ഇത് കിട്ടാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതെ വരുമ്പോൾ, എന്നിട്ടും അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവർ പറയണതാണ് ഇത് ദൈവപരിപാലനയാണെന്ന് പറയും. ദൈവപരിപാലന എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ദൈവപരിപാലന എന്ന് പറയണതും ഇന്ന് കൃപയെന്ന് പറയണതും ഈ രണ്ടും കണ്ടൻറ്റ് വൈസ് ഒന്നാണ്. പിന്നെ ആപ്ലിക്കേഷൻ വൈസ് ദൈവപരിപാലന, ദൈവം
ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന ഏകപക്ഷികമായ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കൃപ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. കാര്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവൽ അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിന് നീതീകരിക്കുന്ന ഗാഠമായ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള പദ്ധതി അനുസരിച്ചുകൊണ്ട് ദൈവപ്രസാദം കൂടാനുള്ള സാധ്യതയുണ്ട്. കാര്യത്തെ കൃപ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിലാണ്. അങ്ങനെ പറയണത്. കൃപയെ പറഞ്ഞപ്പോൾ മേൽകൃപയെന്നും കൂടി വാക്ക് പറഞ്ഞായിരുന്നു. എന്താണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകുക. അപ്പൊ ഈ കഴിവാണ് കൃപയായിട്ട് പിന്നീട് യോഹന്നാൻ 1:12 കഴിവെന്ന് പറഞ്ഞ സംഭവമാണ് ശരിക്കും പറഞ്ഞ യോഹന്നാൻ 1:16 കൃപയെന്ന് പറയുന്നത്. എല്ലാം ദൈവത്തിൻ്റെ പവറാണ് ശരിക്കും. ഇത് നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പം സ്വീകരിക്കുന്നതെന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും സ്വീകരിക്കാമല്ലോ. ചില ആൾക്കാർക്ക് കൃപ കുറവും, കുറച്ച് പേർക്ക് കൂടുതലും വരാൻ കാര്യം എന്താണ്? അത് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ വ്യക്തിക്ക് ഇപ്പോൾ ഉടമ്പടിയിലൊക്കെ ഉണ്ടാകുന്ന എല്ലാവർക്കും ഒരേ റിസൾട്ടല്ലല്ലോ. ഇന്നൊരു സാക്ഷ്യമുണ്ടായി. അദ്ദേഹം പറഞ്ഞ അദ്ദേഹം സ്പെയിനിലാണ് വർക്ക് ചെയ്യണത്. അവിടെയൊക്കെ ചെന്ന് അദ്ദേഹം ആ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം ജോലി അത് കിട്ടണില്ല. 54 വയസ്സായിട്ടേ ഉള്ളത്. ഇയാൾ ചെയ്യണ വർക്കെന്ന് പറയണത് ഇപ്പം അത് ജോലി കിട്ടിയോണ്ട് അദ്ദേഹം വന്ന് സാക്ഷ്യം പറഞ്ഞത്. അല്ല, വർക്ക് എന്ന് പറയണത് ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് സ്പാനിഷ് പത്രം മേടിച്ചുകൊണ്ട് പോകും. എന്തിനാണ്? ഇയാളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒത്തിരി സ്പെയിൻകാരുണ്ട്. അപ്പോൾ ഈ സ്പാനിഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ എന്താ ചെയ്യണത്? ഇങ്ങേർക്ക് മുറി സ്പാനിഷ് അറിയാൻ പാടുള്ളൂ. അറിയാവുന്ന സ്പാനിഷ് വെച്ചുകൊണ്ട് ഇയാൾ കൃപാസനം എന്ന് പറയുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷീകരണ സ്ഥലമാണ്. അതിലേക്ക് ഒത്തിരിയേറെ മനുഷ്യർ കടന്നു വരുന്നുണ്ട്. നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഉദ്ദേശം. ഈ പത്രം തരുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് ഈ സ്പാനിഷ് ഭാഷയിൽ ഈ പത്രത്തിൽ എഴുതി വെച്ചിട്ട് ഹാൻഡ് റൈറ്റിംഗ് എഴുതി വെച്ചിട്ടാണ് ഓരോരുത്തർക്കും പത്രം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അതിനകത്ത് കാണിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, സിൻസിയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാലും നമുക്കൊരു സൈദ്ധാന്തിക ഐഡിയോളജിക്കൽ ഫെയ്ത്ത് കാണാം. പക്ഷേ ഈ പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തില്ല. പുല്ല് തിന്നുന്ന പശു എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന് പുറത്തുള്ള പശുവാണ്. അതെന്ന് വെച്ചാൽ മിക്കവാറും പ്രവർത്തികളാണ് വരണത്. പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ അനുസരിച്ച് കൊണ്ട് ഈ കഴിവ് വർദ്ധിക്കും. ഉടമ്പടി നമ്മൾ ചെയ്യണ ഇതാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് പറഞ്ഞില്ലേ? ആ കഴിവ് തന്നെയാണ് 1:16 വരുമ്പോൾ കൃപയായിട്ട് നമുക്ക് യോഹന്നാൻ വിശദീകരിച്ച് തരണത്. അപ്പോൾ ഈ കഴിവ് നമുക്ക് കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഈ സ്പെയിൻകാരന് ഇപ്പോൾ ഈ മലയാളി സ്പാനിഷ് ചെന്നിട്ട് ആ സ്പെയിൻ ഭാഷ പഠിച്ചിട്ടു കൃപാസനം പത്രം സ്പെയിൻകാർക്ക് കൊടുക്കുമ്പോൾ സ്പാനിഷ് ഭാഷയിൽ കൃപാസനം മാതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. അയാളുടെ ജോലി അയാൾ പറഞ്ഞു കേൾക്കണം. അയാൾ പറയണ എൻ്റെ ഈ പ്രായത്തിന് ഞാൻ ചിന്തിക്കാത്ത അത്രയും ശമ്പളത്തിലാണ് അമ്മ എന്നെ പ്ലേസ് ചെയ്യുന്നത്. എങ്ങനെ പ്ലേസ് ചെയ്യാതിരിക്കും? കാര്യം കൃപയ്ക്ക് മേൽകൃപയല്ലേ വരണത്. ഇതുകൊണ്ടാണ് ഈ ഇഡിയറ്റ്സിനോട് ഞാൻ എപ്പോഴും പറയും, എൻ്റെ മക്കളെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉടമ്പടി ചെയ്യാൻ. ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടായ സംഭവത്തിൽ ഉടമ്പടി ചെയ്ത വർക്കുകൾ നമ്മൾ സത്യസന്ധമാണെന്ന് നോക്കണം നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ആക്കാനും വേണ്ടി ഓക്കാനിക്കുക, ഒപ്പിച്ചുണ്ടാക്കുക, ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടുക, ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും കാണിക്കരുത്. എന്നുവെച്ചാൽ പക്ഷേ ഇതുപോലെ സത്യസന്ധമായിട്ട് ദൈവത്തിന് ഒരിക്കൽ നമ്മൾ സത്യസന്ധരാണെന്ന് തോന്നിയ കാര്യം, സത്യസന്ധനായ മനുഷ്യൻ എപ്പോഴും സത്യസന്ധനായിരിക്കും. അപ്പം അങ്ങനെ ഒരാളെ ദൈവത്തിന് ഒരിക്കൽ സത്യസന്ധനായി തോന്നിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യണത് മാനുഷികമായ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഉടമ്പടി ഒന്ന് സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കണം. എന്നാൽ നിങ്ങൾ ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ്. ദൈവമാണെങ്കിൽ സത്യം എന്നല്ലേ ഈശോ പറഞ്ഞില്ലേ, ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞില്ലേ. അപ്പം ദൈവത്തിന് ഈ സത്യമുള്ള ഒരാളെ കണ്ടാൽ ഭയങ്കര സന്തോഷമായിരിക്കും. സത്യമുള്ള ഒരാൾ
കാര്യം നമുക്ക് ഭയങ്കര പാടാണ് ഈ ഒരാളെ കിട്ടാൻ, ഒരു വലിയ പാടാണ്. ഈ മാതാവിനെ തന്നെ 4000 ലേഡീസിന് എത്രയോ 4000 കൊല്ലം എടുത്തിട്ടാണ് ഈ ലേഡീസിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് അവസാനം കന്യാമറിയത്തിലേക്ക് ദൈവം വരണത്, ഈ വലിയ റെഡിയും പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി. 4000 കൊല്ലത്തെ അഭിമുഖങ്ങൾ കഴിഞ്ഞിട്ടല്ലേ. കാര്യം ഇതിനൊരു മോഡലുണ്ടല്ലോ. ദൈവം ആദ്യമേ തന്നെ ഈ രക്ഷകൻ്റെ അമ്മയുടെ യോഗ്യത പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ. ആ ഒരാൾ പരുവപ്പെട്ട ഒരാളെ കിട്ടണമെങ്കിൽ 4000 കൊല്ലം എടുത്താൽ പറയണം. അപ്പോൾ ദൈവമാണെങ്കിൽ ഒരാളെ നമുക്കെപ്പോഴും മുമ്പിൽ നമ്മുടെ വിശ്വാസം ഉയർത്തുന്ന ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയണത് ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധതയുള്ള ഒരാളായി ദൈവത്തിന് മനസ്സിലാകണം. അത് ഭയങ്കര വിജയമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഗേഹത്തിൽ ആര് വസിക്കുമെന്ന് ചോദിച്ചിട്ട് കുറെ കാര്യം പറയുന്നില്ലേ. കർത്താവേ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആര് വാസം ഉറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ. ഇതാണ് ഈ ഒരു സങ്കീർത്തനം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. ഈ 15-ാം സങ്കീർത്തനം. എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കഴിവിങ്ങനെ, ഇപ്പോൾ യോഹന്നാൻ 1:12 കഴിവിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ദൈവമക്കളെന്ന് പറഞ്ഞാൽ കഴിവ് നൽകിയെന്ന് പറഞ്ഞാൽ പലതരം മക്കളില്ലേ. കഴിവില്ലാത്തവരുണ്ട്, കഴിവുള്ളവരുണ്ട്, കൃപയ്ക്ക് മേൽ കൃപ കിട്ടിയവരുണ്ട്. അപ്പോൾ ഈ ഒരു മുന്നേറ്റതൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഓർത്തേക്കണം. അപ്പോൾ നല്ല കഴിവുള്ള മക്കളാകാൻ 15-ാം സങ്കീർത്തനം വായിച്ച് നമുക്ക് നമ്മളെ തന്നെ പരുവപ്പെടുത്തിയെടുക്കാം. എൻ്റെ പേര് ബിനു, ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ 2024 നവംബറിൽ ഉടമ്പടി എടുത്തു. എൻ്റെ മകന് വേണ്ടിയാണ് എടുത്തത്. മകന് 2024 മാർച്ച് 7-ാം തീയതി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റ് മോനും മോൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഓട്ടോയുമായിട്ട് കൂട്ടിയിടിച്ച് ആക്സിഡൻറ്റ് ഇച്ചിരി വലുതായിരുന്നു. ഹോസ്പിറ്റലിൽ ബിലീവേഴ്സിലായിരുന്നു കൊണ്ടുപോയ തിരുവല്ല. അവിടെ ചെന്നപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ മോൻ്റെ ആക്സിഡൻറ്റിൽ അവന് വലത് കൈയുടെ എല്ല് പൊട്ടി, പിന്നെ ഇടിപ്പല്ല് 2ഉം പൊട്ടി, പിന്നെ ബ്ലാഡറിന് ചതവുണ്ടായി, മൂത്രനാളി ചുരുങ്ങിപ്പോയി. ഇത്രയും കുഴപ്പമുണ്ടായിരുന്നു. അവിടെ വെച്ച് അവർ കയ്യിൽ അസ്ഥിയുടെ ഓപ്പറേഷൻ ചെയ്തു. പിന്നെ ഇടിപ്പല്ലിന് ബെൽറ്റ് ഇട്ട് അത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പിന്നെ ഈ ബ്ലാഡറിൻ്റെ അതും മൂത്രനാളിയുടെ ചികിത്സയും ഇവിടെ ഇല്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ചികിത്സിക്കണം, അതിന് 50 ലക്ഷം രൂപ ചിലവാകുമെന്ന് പറഞ്ഞു. അവിടുത്തെ ചികിത്സയെല്ലാം കഴിഞ്ഞ് ബ്ലാഡറും ഈ മൂത്രനാളിയുടെയും ചികിത്സ 3 മാസം കഴിഞ്ഞ് തുടങ്ങാൻ പറ്റും. അത് ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റൽ ആലുവ അവിടെ ചെന്നു. അപ്പം ഇതിന് 50 ലക്ഷം രൂപ ചിലവാകുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ളവരാണ്. അവിടെ ചെന്നപ്പോൾ ഞങ്ങളൊരു കൃപാസന പത്രം കിട്ടിയായിരുന്നു. അത് ബിലീവേഴ്സിൽ വെച്ച് ഞാനൊരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരു സാധനം മേടിച്ചു. അത് പൊതിഞ്ഞുകൊണ്ട് വന്നൊരു പത്രമാണ്. അത് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കൃപാസന പത്രം കാണുന്നത്. അത് ഞാനിങ്ങനെ മോൻ്റെ കൈയുടെ ഓപ്പറേഷൻ്റെ അന്ന് അതെടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു. ഓപ്പറേഷൻ സക്സസ് ആയി. അത് കഴിഞ്ഞ് മോനെ അവിടുത്തെ ബിലീവേഴ്സിലെ ചികിത്സ കഴിഞ്ഞ് ആംബുലൻസിൽ കൊണ്ടുവരുന്ന വഴി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു കടയിൽ കയറി. ആ കടയിൽ കയറിയപ്പോൾ അവർ ചോദിച്ചു ആരാ ആംബുലൻസിൽ കിടക്കുന്നതെന്ന്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ മോനാണ്. പുള്ളി എന്നോട് ചോദിച്ചു ഞാൻ കയറി മോനെ ഒന്ന് കണ്ടോട്ടെ. ഞങ്ങൾ പറഞ്ഞു കണ്ടോളാം. അന്നേരം സിബി എന്ന അദ്ദേഹത്തിൻ്റെ പേര്, കോഴഞ്ചേരി ഒരു ഹോട്ടൽ നടത്തുന്ന ആളാണ്. സിബി അച്ഛൻ കയറി പ്രാർത്ഥിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. അപ്പം എന്നോട് ചോദിച്ചു കൃപാസനത്തിലെ തൈലം മോൻ്റെ ദേഹത്ത് പുരട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ അത് പുരട്ടി പ്രാർത്ഥിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് സിബിച്ചൻ എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചിട്ട് പറഞ്ഞു ഞാൻ വീട്ടിലൊന്ന് വന്നോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു വന്നോ. അങ്ങനെ അപ്പം
മോൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ മോൻ നടക്കത്തില്ല, ഒറ്റ കിടപ്പാണ്. മൂത്രം പോകുന്ന വയറ് കിഴിച്ച് ട്യൂബിട്ടേക്കുക. അങ്ങനെ കിടന്ന പുള്ളി വന്ന് പ്രാർത്ഥിച്ചു. അപ്പം പുള്ളിയുടെ ഒരു ഫ്രണ്ടും കൂടെ വന്ന്, സന്ദീപ് ബ്രദർ, രണ്ടുപേരും കൂടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് 4 മാസം കഴിഞ്ഞ് മോൻ്റെ ബ്ലാഡറിൻ്റെയും പിന്നെ മറ്റുള്ള ചികിത്സ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഈ ബ്രദർ എന്നോട് പറഞ്ഞു, ഞാൻ ബിനുവിനോട് പറയുന്നത് പോലെ ചെയ്യണം, ഞാൻ എന്നും വചനം ഇട്ട് തരാം, അതെന്നും പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ വചനം ഇട്ട് തന്നു, അത് പ്രാർത്ഥിച്ചു. പിന്നെ വിശ്വാസ പ്രമാണം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ല. അപ്പം പുള്ളി അതെനിക്ക് മൊബൈലിൽ ഇട്ട് തന്നു. ഞാൻ എപ്പോൾ എവിടെ പോകുമ്പോഴും അത് പ്രാർത്ഥിച്ചു കൊണ്ടേ പോകാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദിവസവും വചനവും കേട്ട് ഈ പ്രാർത്ഥനയും ചൊല്ലിപ്പോയി ഹോസ്പിറ്റലിൽ ചെന്നു. ഓപ്പറേഷന് ഡേറ്റ് നിശ്ചയിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോഴേക്ക് ബ്രദർ ഇങ്ങനെ വചനം ഇട്ട് വന്നുകൊണ്ടിരിക്കുക. അതിങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തപ്പം ഡോക്ടർ വന്ന് പറഞ്ഞു, നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ നിൽക്കണ്ട, നിങ്ങളുടെ റൂമിൽ തന്നെ പോയിരുന്നോളാം. ഞങ്ങളങ്ങനെ പോയി റൂമിലിരുന്നു. അപ്പോഴീ വചനങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം ഞങ്ങളുടെ റൂമിൽ പിന്നെ ഫോണിലോട്ട് വലിയ അടിക്കുന്നു. ഇതുപോലെ മോൻ്റെ ആൾക്കാർ അവിടോട്ട് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്തോട്ട് എല്ലാം പറഞ്ഞു. അവിടെ ചെന്നപ്പം മോനെ ഓപ്പറേഷൻ ഇതായിട്ടില്ല, നമുക്ക് 2 ആഴ്ച നോർമലായിട്ട് മൂത്രം പോകുന്നോ എന്നാണ് നോർമൽ രീതിയിൽ ട്യൂബ് ഇട്ടു, വയറിലൂടെയുള്ള ട്യൂബ്, അങ്ങനെ 2 ട്യൂബ് 2 ആഴ്ച ഇട്ടാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ മോനെ റൂമിൽ കൊണ്ടുവന്നപ്പം സാധാരണ നോർമൽ രീതിയിലുള്ള ആ ബാഗിനകത്താണ് മൂത്രം കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. വയറ് കിഴിച്ചുള്ള ട്യൂബ് ആ ബാഗിലൂടെയല്ല മൂത്രം കൂടുതൽ, നോർമൽ രീതിയിലുള്ള ട്യൂബിലൂടെ മൂത്രം വന്ന് അങ്ങനെ ഒരാഴ്ചത്തെ ചികിത്സ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോയിരുന്നു. അപ്പം ആ ബ്രദർ എന്നോട് പറഞ്ഞു, വന്നാൽ ഉടനെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന്. അപ്പം ഈ മോൻ ഒറ്റ കിടപ്പാൻ നമ്മൾ ഫുഡ് വാരി കൊടുക്കണം, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അങ്ങനെ എനിക്ക് വരാൻ പറ്റിയത് നവംബറിലാണ്. അങ്ങനെ ഞാൻ വന്നു. നടക്കാത്ത മോൻ ഇപ്പോൾ. എൻ്റെ പേര് കണ്ണൻ എന്നാണ്, പന്തട്ടയാണ് സ്ഥലം. എനിക്ക് ആക്സിഡൻ്റ് ആയത് മാർച്ച് 7-ാം തീയതിയാണ് ആക്സിഡൻ്റ് ആയത്. അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആക്സിഡൻ്റ് ആയ സമയത്ത് ഡോക്ടർമാരെല്ലാം അമ്മയുടെ അച്ഛനോടും പറഞ്ഞായിരുന്നു 48 മണിക്കൂർ അപ്പുറം പോകത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ പെങ്ങൾ വെളിയിലാണ്, പുള്ളിക്കാരിയൊക്കെ വിളിച്ച് കാണിച്ചോ, അതിനപ്പുറം പോകത്തില്ല, ജീവിച്ചിരിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ ബ്രദറിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മ, അതിൽ പിന്നെ ഈ മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് പിന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. വേദന കുറച്ചേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. എന്നാൽ പോലും ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു നിൽക്കാൻ പറ്റുമെന്നോ നടക്കാൻ പറ്റുമെന്നോ അങ്ങനെ ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു. കാരണം എൻ്റെ പെൽവിക് ബോൺ 2 പൊട്ടിപ്പോയി, കൈ ഒടിഞ്ഞു, യൂറിൻ ബ്ലാഡറിൻ്റെ തടസ്സം എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ഇതിനെപ്പറ്റി കൃപാസനത്തെ പള്ളിയെ പറ്റിയോ ഒന്നും അങ്ങനെ അറിയുന്ന ഒരാളല്ലായിരുന്നു. അങ്ങനെ നോർമലി പ്രാർത്ഥിക്കുക പോവുക അങ്ങനെ ഒരു ടൈപ്പായിരുന്നു. പക്ഷേ ഇടയ്ക്കൊരു ദിവസം പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ കാശുരൂപം കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ടെസ്റ്റിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടുത്തെ ഡോക്ടർമാരും സിസ്റ്റർമാരും എല്ലാം പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ചുരുക്കമേ ഉള്ളൂ, ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ട വരത്തില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിട്ട് വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ തന്നെ വീടിനടുത്തൊരു നേഴ്സിനെ വിളിച്ചിട്ട് ട്യൂബ് മാറ്റി സ്വന്തമായിട്ട് യൂറിനേറ്റ് ചെയ്യാൻ നോക്കി. അപ്പം പോയില്ല. അന്നേരം എൻ്റെ വിശ്വാസം മൊത്തം പോയി. ഞാൻ പറഞ്ഞു ഇനിയും ബൈബിളില്ല, ഒന്നുമില്ല, ഒരു ദൈവങ്ങളുമായിട്ടും പ്രാർത്ഥിക്കേണ്ട, ദൈവം എല്ലാം സയൻസ് മാത്രമേ ഉള്ളൂ, ഒന്നും തരത്തില്ലെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ദേഷ്യം എല്ലാം മാറി. എന്നെക്കൊണ്ട് തന്നെ മൊബൈലിൽ കൂടെ രാജേരി ഹോസ്പിറ്റലിൽ സെർച്ച് ചെയ്യിച്ച് എടുപ്പിച്ച് അവിടുത്തെ ഡോക്ടറായിട്ട് കോൺടാക്ട് ചെയ്ത് എൻ്റെ ഡിസ്ചാർജ് സമ്മറിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പുള്ളിക്കാരനെ കാണിച്ചു. ഓപ്പറേഷനുള്ള ഡേറ്റ് തന്ന് 1 മാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യും, ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഭാവിയിൽ കുഴപ്പം വരും, അപ്പോൾ അതിൻ്റെ ടെൻഷനും വിഷമവും ഉണ്ട്. ആ ഒരു സമയത്ത് ഞാൻ വിശ്വാസം കൈവിട്ടിട്ടില്ല, മാതാവിനെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അടുത്ത് അതായത് ജൂലൈ 14-നായിരുന്നു എനിക്ക് ഓപ്പറേഷൻ വന്നു. ഒപ്പോസം യൂറിത്തോഗ്രാം എല്ലാം കഴിഞ്ഞ് യൂറിൻ ട്യൂബ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിന് ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി സമയം എടുക്കും എല്ലാം പഴയ പോലെ ആവാൻ. എനിക്ക് അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞാൻ വിശ്വാസം കൈവിട്ടില്ല. അന്ന് രാത്രി
ഡോക്ടർ വന്ന് പറഞ്ഞ് 13-ാം തീയതി വന്ന് പറഞ്ഞിട്ട് പോയി. 14-ാം തീയതി രാവിലെ നിനക്ക് ഓപ്പറേഷനാണെന്ന് പറഞ്ഞ്. എന്നാൽ പോലും ഞാൻ വിശ്വസിച്ചിരുന്ന് എൻ്റെ ഓപ്പറേഷൻ നടക്കത്തില്ലെന്ന്. രാവിലെ എല്ലാം കഴിഞ്ഞ് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പം എൻ്റെ ദേഹത്ത് മൊത്തം ട്യൂബ് ഇട്ട്, സുപ്രബിക്ക് ഇട്ടേക്കുക, പോളി ട്യൂബ് ഇട്ടേക്കുക, ദേഹത്ത് മൊത്തം ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചത്. എല്ലാം കഴിഞ്ഞ് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട വന്നിട്ടില്ല, ചെറിയൊരു ചുരുക്കേ ഉള്ളൂ, ട്യൂബ് ഇട്ടാൽ മതി, 1 മാസം കഴിയുമ്പം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ആശുപത്രി പിന്നെയും വന്നപ്പോൾ ഫസ്റ്റ്, അതായത് ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് 3-4 മാസത്തിന് ശേഷമാണ് യൂറിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ സമയത്ത് പോകത്തില്ല എന്നുള്ളൊരു ടെൻഷനുണ്ട്. ഈ ട്യൂബെല്ലാം മാറ്റി ഡോക്ടർ പറഞ്ഞ് ബാത്റൂമിൽ പോയിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ ശ്രമിച്ചപ്പം ആദ്യമേ ഒന്നും പോയില്ല. പിന്നെ കാശ് രൂപം പോക്കറ്റിൽ നിന്ന് എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂറിൻ പോവുകയും ചെയ്ത് ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ആ സമയത്ത് എൻ്റെ തോളത്ത് മാതാവ് കൈ വെച്ചേക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുമുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിനൊരു 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ എബ്രോഡ് പോകാൻ വേണ്ടി കൊടുത്തേക്കുമായിരുന്നു. അപ്പോൾ ഈ ആക്സിഡൻറ്റ് ശേഷം എൻ്റെ ആ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതായല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം കൂടെ ഉണ്ട്. ഇതെല്ലാം ഒന്ന് യൂറിനൊക്കെ പോയി എല്ലാം ശരിയായി വന്നു കഴിഞ്ഞപ്പം പിന്നെയും പ്രാർത്ഥന തുടങ്ങി. ഇനി ഞാൻ പറഞ്ഞു മാതാവേ, എനിക്ക് എൻ്റെ ആ സ്വപ്നങ്ങളൊക്കെ എനിക്ക് ഒന്നുകൂടെ ശരിയാക്കി എടുക്കണം, എനിക്ക് വെളിയിൽ തന്നെ പോയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ പ്രാർത്ഥന എല്ലാം തുടങ്ങി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എൻ്റെ എബ്രോഡ് പോകാനുള്ള കാര്യങ്ങളെല്ലാം ശരിയായി, പഠിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ശരിയായി. MBA പഠിക്കാനുള്ള എൻ്റെ ആഗ്രഹം അതായിരുന്നു. അത് തന്നെ എല്ലാം ശരിയായി, അഡ്മിഷനും കിട്ടി. ആദ്യത്തെ ഇൻ്റർവ്യൂ തോറ്റെന്ന് പറഞ്ഞാൽ ഒരു ട്രയൽ പോലെയായിരുന്നു. അത് കിട്ടിയാലേ അടുത്തതിലോട്ട് പോകത്തുള്ളൂ. അത് തോറ്റു. പക്ഷേ അവർക്ക് എന്തോ തോന്നി പിന്നെ ഒന്നുകൂടെ എനിക്ക് ഡേറ്റ് തന്ന് അത് പാസ്സായി. അവസാനം ഇപ്പോൾ പോകാനുള്ളതായി വന്നേക്കും. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാം ചോദിച്ചതെല്ലാം തന്നിട്ടുണ്ട്. കണ്ടിട്ട് കാണാനും സാധിച്ചിട്ടുണ്ട്. ചോദിച്ചതെല്ലാം തന്നിട്ടുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ പറയും നന്മ മാത്രം ചെയ്യുക, വേറെ ഒന്നും ചെയ്യരുതെന്ന് പറയും. ഇപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഞാനിപ്പം ഇടയ്ക്ക് കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ അലച്ചും വരച്ചൊക്കെ സംസാരിക്കുമ്പോൾ ആണെങ്കിൽ പോലും പിന്നെ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങളിൽ പറയും എപ്പോഴും നീ ശാന്തമായിട്ടിരിക്കുക, ഒരു പ്രശ്നത്തിനും പോകരുത്, നല്ല രീതിയിൽ തന്നെ ജീവിക്കുക, നല്ലത് തന്നെ ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ദർശനങ്ങളും കാര്യങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും മാതാവിൻ്റേതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഉപ്പും ഉടമ്പടി തൈലും എല്ലാം അമ്മ തരികയും ഉപയോഗിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ഇവിടുന്ന് മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട്. സന്തോഷമാണ് എല്ലാവരും. ബാക്കിയുള്ളവരോട് പറയുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. സങ്കീർത്തനം 23 മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുത്തെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. തൻ്റെ ജീവിതത്തിൽ എങ്ങനെ തനിക്ക് തൻ്റെ മകൻ ആക്സിഡൻ്റായ കാര്യം പറഞ്ഞാണ് ബിനു എന്ന ഈ മകള് ആ ഒരു സാഹചര്യത്തിൽ ഉടമ്പടി എടുത്ത ഓരോ മക്കൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നൽകുന്നത്. അതായത് നാം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതുമൂലം ഒരു ബ്രദർ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കൃപാസനത്തിൻ്റെ ഒരു പത്രം, ഒരു തുണ്ട് പേപ്പറാണ് തനിക്ക് ആദ്യമേ കിട്ടുന്നത്. ആ പേപ്പർ ഇപ്പോഴുണ്ടോ? ആ പേപ്പർ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, എൻ്റെ ബാഗിനകത്ത് ഇപ്പോഴും ഉണ്ട്. ആ ഒരു തുണ്ട് പേപ്പർ കിട്ടുന്നു, അത് വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ തൻ്റെ മകൻ്റെ ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ ആദ്യത്തെ ഘട്ടം അതൊക്കെ എങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയത്. പിന്നീടും അമ്മ കൈവിട്ടില്ല. കൃപാസന പത്രം കിട്ടിയ ഒരു വ്യക്തി, അതായത് അമ്മ അടുത്ത് വന്നു എന്നുള്ളതാണ്. അടുത്ത് വന്നു കഴിഞ്ഞാൽ അമ്മ അകന്നു പോകില്ല. അമ്മ വീണ്ടും കൂടെ നടക്കുകയാണ്. ഇവർ കയറുന്നത് ഒരു ബ്രദർ, കൃപാസനത്തിൽ വരുന്ന ഒരു ബ്രദറിൻ്റെ ഷോപ്പിലേക്കാണ് കയറുന്നത്. അവിടെയും വീണ്ടും ബ്രദർ എങ്ങനെ പ്രവർത്തിച്ചു, ഈ മകൾക്ക് എങ്ങനെയാണ് കൃപാസനത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വ്യക്തത കിട്ടിയത്. പിന്നീട് തൻ്റെ പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വചന വായനയും ഒക്കെ ആയിട്ട് ഈ മകൾ മുമ്പോട്ട് പോകുന്നു. വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ ഇതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, എന്നാൽ തനിക്ക് നന്മയായിട്ടുള്ളതാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ കുടുംബം പിന്നീട് എങ്ങനെയാണ് ഈശോയെ ഏറ്റുപറയുന്നത്. അങ്ങനെ തൻ്റെ മകൻ്റെ പിന്നീട് കിട്ടിയ സൗഖ്യ അനുഭവം, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ റിസ്ക് എത്രമാത്രം അത് കണ്ണനും നമ്മോട് പങ്കുവെച്ചു. അങ്ങനെ ആ റിസ്ക് ഒക്കെ ഈ മകൻ കടന്നുപോയ ഓരോ അനുഭവങ്ങളാണ് ഈ മകന്
എല്ലാം തള്ളിപ്പറഞ്ഞു. പിന്നീട് ഇതൊന്നും നടക്കില്ല, ഇനി ഒരു ദൈവവുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അമ്മ വിടുന്നില്ല. അമ്മ തന്നെ എല്ലാറ്റിനും ഈ മകനെ ഓരോന്നും മനസ്സിലാക്കി കൊടുക്കുന്നു. ഇന്ന് എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല, ഞാൻ ചോദിച്ചതെല്ലാം അമ്മ തന്നു, എനിക്കിന്ന് സന്തോഷമാണ്. തൻ്റെ അടുത്ത് അമ്മ വന്ന് നിന്ന അനുഭവം മകനുണ്ടായി. അങ്ങനെ ഇന്ന് ഈശോയുടെ സാക്ഷികളാകാൻ തങ്ങൾക്ക് കഴിഞ്ഞതിൽ അഭിമാനിച്ചുകൊണ്ട് തനിക്ക് എബ്രോഡ് പോകാനുള്ള കാര്യങ്ങളുമൊക്കെ റെഡിയായി എന്ന ഒരു സന്തോഷത്തിൻ്റെ ഈ അവസ്ഥയിൽ ഇവിടെ വന്ന് തനിക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, തനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യമായിരുന്നു തനിക്ക്. എന്നാൽ ഇന്ന് തനിക്ക് ഈ അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണിത്. ഇവിടെ വന്ന് നിന്ന് ഒരു സാക്ഷ്യം പറയുക എന്നുള്ളത് തീർച്ചയായും അത് ലൂർദിലോ ഫാത്തിമയിലോ ഒന്നും പോയി നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമുക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയമുള്ളപ്പോൾ ഇവിടെ നമ്മെ നോക്കിയിരിക്കുന്ന അമ്മയും ഈശോയുമുണ്ട്. ഇവിടെ നമുക്ക് എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഒന്ന് മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ, നന്ദിയുള്ളവരായിരിക്കുക. അതാണ് സാക്ഷ്യത്തിലൂടെ നാം പങ്കുവയ്ക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ കുടുംബം ഇന്നിവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലും നമ്മെ കൈപിടിച്ചുയർത്തുന്ന കർത്താവിൻ്റെ കരുതലുള്ള സ്നേഹത്തിന് നമുക്ക് കൂടുതൽ നന്ദിയുള്ളവരാകാം. കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം.